ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പഴിച്ച് തന്ത്രി മഹേഷ് മോഹനയുടെ മൊഴി വന്നു. ദേവസ്വം ബോർഡ് പറഞ്ഞതിനെ തുടർന്നാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി താൻ അനുമതി കൊടുത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പൂർണ്ണമായും ദേവസ്വം ബോർഡിൽ കുറ്റം ചാരുകയാണോ ഇവർ ചെയ്യുന്നത്? പറയൂ. നേരത്തെ കണ്ഠരര് രാജീവരും സമാനമായി ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ചുള്ള അറ്റകുറ്റപ്പണികൾക്കുള്ള അനുമതി നൽകിയത് എന്ന് പറഞ്ഞിരുന്നു. സമാന മൊഴി തന്നെയാണ് ഇപ്പോൾ കണ്ഠരര് മോഹനരും നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ആവശ്യപ്രകാരമാണ് ഈ സ്വർണ്ണപ്പാളിയിലെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അത് മറ്റൊരു വിഷയവും ഇതിൽ കടന്നു വന്നിട്ടില്ല. പൂർണ്ണമായി ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ആവശ്യപ്രകാരമാണ് അനുമതി നൽകിയത്. അത് തന്നെയാണ് കണ്ഠരര് രാജീവരും പറഞ്ഞിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നത് ബാംഗ്ലൂരിൽ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ കണ്ഠരര് മോഹനർ പോയി പൂജ നടത്തിയിരുന്നു. എന്തായാലും അക്കാര്യത്തിലും ഒരു വ്യക്തത ഇപ്പോൾ മൊഴിയിൽ നൽകിയിട്ടുണ്ട്. ഭക്തൻ എന്ന നിലയിൽ ഗോവിന്ദൻ ക്ഷണിച്ചത് പ്രകാരമാണ് ജ്വല്ലറിയിൽ പോയി പൂജ നടത്തിയത്. അതിൽ മറ്റൊരു ഇടപാടുമില്ല. ഭക്തൻ എന്ന നിലയിലുള്ള ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പോയതെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെയും രാജീവരും സമാനമായി ഭക്തൻ എന്ന നിലയിലുള്ള ഇടപെടൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർ രണ്ടുപേരും പൂർണ്ണമായി ദേവസ്വം ബോർഡിന് തന്നെയാണ് ഈ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുള്ള അനുമതി നൽകിയതിൽ കുറ്റം ചാർത്തുന്നത്. അവർ ആവശ്യപ്പെട്ടു, തങ്ങൾ അനുമതി നൽകി. അതൊരു സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നുള്ള ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ട് തന്ത്രിമാരും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.